അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സൂറത്തുൻ നാസിന്റെ പ്രത്യേകതകൾ, ആ പേരെങ്ങനെ വന്നു, അതിന്റെ മഹത്വം, എപ്പോഴെല്ലാം പാരായണം ചെയ്യണം, അതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു. ഖുൽ അംറ് ഫിഅലാണ്, കൽപ്പനക്രിയയാണ്. നീ പറയുക. അപ്പൊ ഈ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. നബിയെ, താങ്കൾ പറയുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ബാധകമാണോ? അല്ല. പിന്നീട് റസൂലുള്ളാഹിയെ പിൻപറ്റുന്ന മുഴുവൻ ജനങ്ങൾക്കും ആ ഒരു കൽപ്പന ബാധകമാണ്. അപ്പൊ നമ്മളോടുകൂടെയുള്ള കൽപ്പനയാണ്. നമ്മൾ പറയണം, നമ്മൾ അഭയം തേടണം. എന്താണ് അഭയം തേടേണ്ടത്? അഊദു, ഞാൻ അഭയം തേടുന്നു. ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട്. മലിക്കിന്നാസ്, ജനങ്ങളുടെ മലിക്കിനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹിനോട്. ഇത് മൂന്നും എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അപ്പൊ ജനങ്ങളുടെ റബ്ബ്, ജനങ്ങളുടെ മലിക്ക്, ജനങ്ങളുടെ ഇലാഹ്. അള്ളാഹുവിന്റെ 3 വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തത് റുബൂബിയത്തിനെ അറിയിക്കുന്നു, അല്ലേ? റബ്ബുന്നാസ്, റുബൂബിയത്തിനെയാണ് അറിയിക്കുന്നത്. 2, മുൽക്കിനെയാണ്, അള്ളാഹുവിന്റെ മുൽക്കിനെയാണ് അറിയിക്കുന്നത്, മലിക്കിന്നാസ്. 3, ഉലൂഹിയത്തിനെയാണ് അറിയിക്കുന്നത്. അപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ തഅലീമിന്റെ, ആ അധ്യാപനത്തിന്റെ രീതി, പഠിപ്പിക്കുന്ന രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവരെ കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു ഇലാഹാണ് എന്നത് അംഗീകരിപ്പിക്കുന്നത്, ആ രീതി നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്നാമത്തെ വിഷയത്തിൽ അവർക്ക് തർക്കമില്ല. റുബൂബിയത്ത് അവർ അംഗീകരിച്ചു. റബ്ബ് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കീനോട് ചോദിച്ചാൽ, ഇന്നുമുള്ള ബഹുഭൂരിപക്ഷം മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. ലോകത്തിന് 2 റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇല്ല. വാദത്തിന് വേണ്ടി അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും. ബഹുഭൂരിപക്ഷവും അത് അംഗീകരിക്കുന്നവരാണ്. മക്കയിലെ മുശ്രിക്കിനോട് തന്നെ വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും തീർച്ചയായും അള്ളാഹു തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പൊ റബ്ബുന്നാസ് അള്ളാഹുവാണെന്ന് അവർ അംഗീകരിച്ചു. ആരാണ് റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖു, അൽ മാലിഖു, അൽ മുദബ്ബിറു. ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്. അതാണ് റബ്ബ്. അതവർ അംഗീകരിച്ചു. അള്ളാഹുവാണ് ഖാലിഖ്. ഭൂമിയെ സൃഷ്ടിച്ചത് അവനാണ്, അവരെ സൃഷ്ടിച്ചത് അവനാണ്. മാലിക് അവനാണ്, ഉടമപ്പെടുത്തിയത് അവനാണ്. മുദബ്ബിർ അവനാണ്. ദുഃഖകരമായൊരു സംഗതി, ഇത് മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ അള്ളാഹു അല്ലാത്തവർ മുദബ്ബിറാണെന്ന് വിശ്വസിക്കുന്നു. കോഴിക്കോടുള്ള ഏതൊരു മനുഷ്യൻ അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുപോലും പച്ചക്ക് പറയുന്ന കൊടിയ ശിർക്കിലേക്ക് ഈ സമുദായത്തിലെ ചില ആളുകൾ എത്തിയിരിക്കുന്നു. ഇവിടെ അള്ളാഹു ആദ്യം അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു. അവർ ഉറച്ചു പറയുന്ന അവരുടെ വിശ്വാസം എടുത്തു പറയുന്നു, അള്ളാഹുവാണ് റബ്ബുന്നാസ്. രണ്ടാമത്തതും അവർക്ക് തർക്കമില്ല. മലിക്കിന്നാസ്, അള്ളാഹുവാണ് മലിക്. ഇതും ഏറെക്കുറെ എല്ലാവരും
അള്ളാഹുവാണ് മലിക്കെങ്കിൽ ഇലാഹും അവൻ മാത്രമാണ്. അതാണ് മൂന്നാമതായി അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒട്ടുമിക്ക ആളുകളും നിഷേധിച്ച, ഭൂരിപക്ഷം ആളുകളും നിഷേധിച്ച വിഷയം അതാണ്, ഉലൂഹിയത്താണ്. ഉലൂഹിയത്ത് മക്കയിലെ ബഹുഭൂരിപക്ഷവും നിഷേധിച്ചു പോന്നു. അതിനവർ ന്യായം പറഞ്ഞത് ഞങ്ങൾ പാപികളാണ്, തെറ്റുകൾ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് നേരിട്ട് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയില്ല, ഇടയാളന്മാർ വേണം, ഇന്ന ഇന്ന ഔലിയാക്കൾ അവരല്ലാഹു പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരിലൂടെ അള്ളാഹുവിലേക്ക് എത്തുന്നു. അള്ളാഹുവിന് പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചു, അള്ളാഹുവിന് പുറമെ അവർ ആരാധ്യന്മാരെ സ്വീകരിച്ചു. അതിനവർ പറഞ്ഞ ന്യായം അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ. അള്ളാഹു ആ സമുദായത്തെ പഠിപ്പിക്കുകയാണ്, റബ്ബ് അള്ളാഹു ആണെങ്കിൽ, മലിക് അള്ളാഹു ആണെങ്കിൽ ഇലാഹും അള്ളാഹു മാത്രമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രൂപത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇന്നും അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തുകൾ മുസ്ലിം സമുദായം മാറ്റിവെക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് അന്നാസ് എന്ന് പറഞ്ഞത്? മനുഷ്യരുടെ, അപ്പൊ ജിന്നുകളുടെ റബ്ബും അള്ളാഹു അല്ലേ, ജിന്നുകളുടെ മലിക്കും അള്ളാഹു അല്ലേ. അന്നാസ് എന്ന് പറഞ്ഞാൽ യശ്മുലുൽ ജിന്നു വൽ ഇൻസ്, അതിൽ ജിന്നും മനുഷ്യനും ഉൾക്കൊള്ളും. മനുഷ്യൻ മാത്രമല്ല, അന്നാസ് എന്ന പ്രയോഗത്തിൽ ജിന്നും ഉൾക്കൊള്ളും. അപ്പൊ എല്ലാത്തിൻ്റെയും റബ്ബാണ് അള്ളാഹു, എല്ലാത്തിൻ്റെയും മലിക്കാണ് അള്ളാഹു, എല്ലാത്തിൻ്റെയും ഇലാഹാണ് അള്ളാഹു. ആ റബ്ബായ, മലിക്കായ, ഇലാഹായ അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. ആരെ തൊട്ടാണ് അഭയം തേടുന്നത്? ഷെയ്ത്താനെ തൊട്ടാണ് അഭയം തേടുന്നത്. എപ്പോഴെല്ലാം അഭയം തേടുന്നു? നമസ്കാര ശേഷം നമ്മൾ അഭയം തേടണം, രാത്രി ഉറങ്ങാൻ നേരത്ത് അഭയം തേടണം, പ്രഭാതത്തിൽ അഭയം തേടണം, പ്രദോഷത്തിൽ അഭയം തേടണം, നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അഭയം തേടണം. ഈ സമയങ്ങളിലെല്ലാം നമ്മൾ അഭയം തേടണം. ഇൻഷാ അല്ലാഹ് സൂറത്തുൻ നാസുമായി ബന്ധപ്പെട്ട തഫ്സീറുകൾ വിശദമായി കൊണ്ട് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.